ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രെഡ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു വെജിറ്റബിൾ ബ്രെഡ് പോക്കറ്റ്സ് ആണ്. അപ്പോൾ ഈ വെജിറ്റബിൾ ബ്രെഡ് പോക്കറ്റ്സ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രെഡ് പോക്കറ്റ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൊത്തത്തിലൊരു 8 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൽ 2 ബ്രെഡ് ആദ്യം ഒന്ന് ചേർത്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തി എടുക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കാം. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്ന ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ ഒന്നിൽ തണുപ്പ് മാറ്റിയതിന് ശേഷം വേണം ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ടൊന്ന് പരത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെഡ് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിനുശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താലും മതിയാവും. ഇനി ബ്രെഡ് ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെന്നെങ്കിൽ അത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ബോട്ടിലിൻ്റെ മൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ബ്രെഡിൻ്റെ ബാക്കി ഭാഗം നമ്മൾ കളയേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് എത്ര ബ്രെഡ് ആവശ്യമുണ്ടോ അത്രയും നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ 8 ബ്രെഡും ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ബ്രെഡിൻ്റെ ബാക്കി വന്നിട്ടുള്ള പീസ് ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് മൈദയാണ്. അപ്പം ഞാനൊരു ബൗളിലേക്ക് 3 സ്പൂൺ അളവിൽ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കുറച്ചൊന്ന് തിക്കായിട്ടുള്ളൊരു രൂപത്തിൽ തന്നെ ഒന്ന് കുഴച്ച് എടുക്കാം. ഒരുപാട് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ബ്രെഡ് ഇതിൽ മുക്കിയെടുക്കുന്ന സമയത്ത് ബ്രെഡ് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ചൊന്ന് തിക്കായിട്ടുള്ള രീതിക്ക് വേണമെന്ന് കുഴച്ച് എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് നമ്മൾ ബാക്കിയുള്ള ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഓരോന്നായിട്ട് എടുത്ത് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഈ മൈദയിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാം. ബ്രെഡിൻ്റെ എല്ലാ സൈഡിലും നന്നായിട്ടൊന്ന് ഈ ഒരു ബ്രെഡ് പൊടി കോട്ടായി വരത്തക്ക രീതിയിലൊന്ന് പൊതിഞ്ഞ് എടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ എത്ര ബ്രെഡാണോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അത്രയും ബ്രെഡ് മൈദയിലൊന്ന് മുക്കി ബ്രെഡ് പൊടി വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് എണ്ണയൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഓരോന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നവരേക്കും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയം ബ്രെഡ് നല്ലതുപോലെ ഒന്ന് വീർത്ത് വരും. ബ്രെഡ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വീർത്ത് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നവരേക്കും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബ്രെഡൊക്കെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പം ഞാൻ ചെറിയ ചീനച്ചട്ടി എടുത്തതുകൊണ്ടാണ് ഓരോ ബ്രെഡായിട്ട് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുക്കുന്നത് വലിയ പാൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള ബ്രെഡ് നമുക്ക് 2 or 3 ഒരുമിച്ചിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ക്യാബേജ് ഒക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 2 സ്പൂൺ അളവിൽ ടൊമാറ്റോ ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം മല്ലിയിലയും 2 സ്പൂൺ അളവിൽ തന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ ടൊമാറ്റോ കെച്ചപ്പ് ചില്ലി സോസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതുമൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നമ്മുടെ ബ്രെഡിലൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഓരോന്നായിട്ട് എടുത്ത് നമുക്കിതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ കത്രിക വെച്ചിട്ടോ നമുക്കിതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്കൊന്ന് കിട്ടും. ഇനി നമ്മൾ ഇതിനുള്ളിലാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് നിറച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് കുറേശ്ശെയായിട്ട് ഇതിനുള്ളിലേക്കൊന്ന് നിറച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ബ്രെഡ് വെജിറ്റബിൾ പോക്കറ്റ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.